ഒരു ഇലക്ട്രിക് കാർ എന്നുള്ളൊരു ഓപ്ഷൻ മിക്കവാറും എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയൊരു സമയമാണ് ഇപ്പോൾ MGയുടെ ഇസറസ് EV ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് MGയുടെ കോസ്റ്റ് ലൈൻ ഗരാജസ്, അതായത് എറണാകുളം മുട്ടത്തുള്ള കോസ്റ്റ് ലൈൻ ഗരാജിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന MGയുടെ ലൈനപ്പ് അല്ലെങ്കിൽ വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ബേസ് മോഡൽ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ്, ബേസ് മോഡലായിട്ടുള്ള വാഹനമാണ് ഇത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് കുറവുകളുള്ളത്, ഈസ് ഇറ്റ് വർത്ത് ദ മണി വി പേ, ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമുക്കൊരു മീഡിയ ഡ്രൈവോ അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലെല്ലാം നോക്കുമ്പോൾ എല്ലാം ടോപ്പ് ആൻഡ് വേരിയൻസ് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് വേർഷൻസ് ആണ് കാണുന്നത്. കാരണം ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ സാധാരണ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ MGയുടെ ഞാൻ എക്സൈറ്റഡ് ആയത് അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആകർഷിച്ചത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടുള്ളതാണ്. കാരണം ബേസ് വേരിയൻ്റ് വില നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു വാഹനം എടുത്തപ്പോൾ ഞാൻ മേടിച്ചതിനേക്കാളൊക്കെ ഒരുപാട് താഴെ ഇപ്പോൾ ഒരു MGയുടെ ഇസറസ് EV ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി എക്സൈറ്റഡ് ആയത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ. സോ MG ഇസറസ് EV വരുന്നത് പല വേരിയൻസ് ഉണ്ട്. അതിൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ഇപ്പോൾ അഡാസ് എല്ലാം വരുന്ന ടോപ്പ് ആൻഡ് വേരിയൻറ്റ് എസൻസ് എന്നാണ്. അതിൻ്റെ താഴെ വരുന്നത് എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ താഴെ എക്സൈറ്റ് പ്രോ എന്ന് പറയുന്ന വേരിയൻ്റ്, അതിപ്പോൾ പുതിയതായിട്ട് വന്നൊരു വേരിയൻ്റ് ആണ്. നേരത്തെ എക്സൈറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആയിരുന്നു. അതിലും താഴെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ വില വരുന്നത് 18,98,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഞാൻ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീൽ അനുസരിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ ഇത് വാല്യൂ ഫോർ മണി ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ പോലെ ചെയ്യാം. ഫ്രണ്ടിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സെയിം തന്നെയാണ്, ലുക്ക് വൈസ് ഇറ്റ് സെയിം. ഈ ഒരു കളർ കോമ്പിനേഷൻസ് എവറിത്തിങ് ലുക്സ് ആബ്സല്യൂട്ട്ലി സെയിം ഫ്രണ്ടിൽ നോക്കുമ്പോൾ. സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു അലോയ്, ഇതൊരു അലോയ് വീലാണ്. ഇപ്പം ഞാൻ എടുത്തത് എക്സൈറ്റ് എന്ന് പറയുന്ന വാഹനമായിരുന്നു. എക്സൈറ്റിൽ ഞാൻ അതിൻ്റെ വീൽ കപ്പ് എടുത്ത് അല്ലെങ്കിൽ വീൽ കവർ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് വീൽ കവർ വരുന്നില്ല. വീൽ കവർ ഇപ്പം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ വരുന്നില്ല. റൂഫ് റെയിൽ നമുക്ക് ഉണ്ടാവില്ല എക്സിക്യൂട്ടീവ് എന്നുള്ള മോഡൽ. എക്സൈറ്റ് പ്രോയിലാണ് റൂഫ് റെയിൽ വരുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ റൂഫ് റെയിൽ വരുന്നില്ല. ബാക്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് വേർഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഒരു ബേസ് മോഡൽ വാഹനം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും അതിനകത്ത് എല്ലാ കാര്യങ്ങളും എടുത്തങ്ങ് മാറ്റി ഒരു നേക്കഡ് രീതിയിലാണ് വാഹനം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ MG ഇസറസ് EV എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ബേസ് മോഡലിൽ നമുക്കിപ്പോൾ ബാക്കിൽ വൈപ്പർ കിട്ടുന്നുണ്ട്, ഡീഫോഗർ, അതുപോലെ തന്നെ സെൻസേഴ്സ്, ക്യാമറ, ഇങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബേസ് മോഡൽ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ മാനുഫാക്ചേഴ്സും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവരെല്ലാവരും ഈ ബേസ് മോഡൽ ഇതെല്ലാം കൊടുക്കണം. അത് കൂടാതെ ഇപ്പോൾ സ്പോയിലറും ഷാർക്ക് ഫിനാൻറ്റിനും എല്ലാം ബേസ് മോഡൽ എക്സിക്യൂട്ടീവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് തോന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ മോഡലിൽ വരുന്ന വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ടോപ്പ് ആൻഡ് മോഡൽ എസൻസോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് പ്രോ ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന വ്യത്യാസം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒറ്റ ലുക്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും തോന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യത്യാസം കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യും. ഇപ്പോൾ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു സോഫ്റ്റ് ലെതർ, ഈ ഒരു ഭാഗത്ത് ഒരു കാർബൺ ഫൈബർ ടച്ച്, അതുപോലെ സ്റ്റിച്ചിങ്, 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ 7 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ, എവറിത്തിങ് ലുക്സ് സെയിം. നമുക്ക് ടോപ്പ് എൻഡ് വാഹനത്തിൽ കിട്ടുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ടീവിൽ കിട്ടുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ സീറ്റിലാണ് വരുന്നത്. സീറ്റ് ഒരു ഫാബ്രിക് മെറ്റീരിയൽ സീറ്റാണ് വന്നിരിക്കുന്നത്, എന്നാൽ പോലും സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എക്സൈറ്റ്, നേരത്തെ എക്സൈറ്റ് എന്നായിരുന്നു ഏറ്റവും ലോ മോഡൽ വന്നിരുന്നത്, അതിനകത്തും ഫാബ്രിക്കാണ് വരുന്നത്. ഇപ്പോൾ എക്സൈറ്റ് ഇല്ല, അതിന് പകരം എക്സൈറ്റ് പ്രോ ആണ്. എക്സൈറ്റ് പ്രോയിൽ സൺറൂഫ് വരുന്നുണ്ട്, പക്ഷേ എക്സിക്യൂട്ടീവിൽ സൺറൂഫ് ഉണ്ടാവില്ല. ഞാൻ സൺറൂഫ് ഇല്ലാത്ത വാഹനങ്ങളുടെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്. നമ്മുടെ ചൂടത്ത് സൺറൂഫിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ എക്സിക്യൂട്ടീവ് എന്നുള്ള മോഡലിൽ സൺറൂഫ് ഇല്ല, പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിൽ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ, ഇപ്പോൾ ഇതിൻ്റെ വില 18.98 ആണ്, അതിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ സൺറൂഫുള്ള മോഡൽ നിങ്ങൾക്ക് കിട്ടും. സോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ, ബേസ് മോഡലിൽ നമുക്ക് സൺറൂഫ് കിട്ടില്ല, ഫാബ്രിക് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ കൺസോൾ എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ വരുന്ന വ്യത്യാസം, ഇതിനകത്ത് ഇപ്പോൾ ഒരു വയർലെസ് ചാർജർ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. വയർലെസ് ചാർജർ ബേസ് മോഡലിൽ നമുക്ക് ഉണ്ടാവില്ല.
ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ നമുക്കൊരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് എക്സൈറ്റ് പ്രോ വരെ, ഈ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡലിന് തൊട്ട് മുമ്പുള്ള വേരിയൻറ്റ് വരെ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വരും. എന്നാൽ ഈ ഒരു മോഡൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വരില്ല. ബാക്കി എല്ലാം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എവറിത്തിങ്, ഈവൻ സ്റ്റിയറിംഗിൻ്റെ സ്റ്റൈലിംഗ് എല്ലാം സെയിം തന്നെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. സോ ഇത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം ആക്ച്വലി. ഈവൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലും നമുക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ബേസ് മോഡൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ എക്സിക്യൂട്ടീവിൽ വന്നിരിക്കുന്നത്. കുറച്ച് ടെക്കി ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ കൺസേൺഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം, ഇതിനകത്ത് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വരുന്നില്ല എന്നുള്ളതാണ്. വയേർഡാണ് വരുന്നത്. അതിൻ്റെ USB പോർട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയേർഡാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യണം. അതിൻ്റെ ഹൈറ്റും അതുപോലെ ബാക്കി മൂവ്മെൻറ്റ്സ് എല്ലാം, സീറ്റ് കൺട്രോൾസ് എല്ലാം മാനുവൽ ആയിരിക്കും. നമുക്ക് 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട് എക്സിക്യൂട്ടീവിനകത്തും. എന്നാൽ എക്സൈറ്റ് പ്രോ ഇതിൻ്റെ തൊട്ട് മുകളിൽ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ കിട്ടുന്ന ആ വേരിയൻറ്റിൽ നമുക്ക് JBLൻ്റെ സ്പീക്കറും അവൈലബിൾ ആയിരിക്കും. ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ലെതർ ഫീല് ഡോർ പാഡിൽ പോലും നൽകിയിട്ടുണ്ട് ഈ ബേസ് മോഡൽ. ഇതൊന്നുമല്ല, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇപ്പോൾ ഒരു ബേസ് മോഡൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ എയർ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇത് കൂടാതെ റെയിൻ സെൻസർ, വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ എക്സിക്യൂട്ടീവ് ബേസ് മോഡൽ SLSEV ലഭിക്കുന്നുണ്ട്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയറിൽ സീറ്റ് അഗൈൻ ഫാബ്രിക് സീറ്റാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെതർ സീറ്റ് വരും. പക്ഷേ ഇപ്പോൾ എക്സിക്യൂട്ടീവ് എക്സൈറ്റ് പ്രോ എന്ന് പറയുന്ന 2 വേരിയൻസിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഫാബ്രിക്കാണ്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞു, വലിയൊരു പ്രശ്നമൊന്നുമല്ല അത്. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടും നമുക്ക് ഹെഡ് റെസ്റ്റ്, നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു സെൻറ്റർ ഹാൻഡ് റെസ്റ്റും അതുപോലെ കപ്പ് ഹോൾഡറും ലഭിക്കുന്നുണ്ട്. ബാക്കിൽ AC-യുടെ വെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു USB പോർട്ടും അതുപോലെ C ടൈപ്പ് ചാർജർ പോർട്ടും അവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. സോ എന്ത് രീതിയിൽ നോക്കിയാലും ഇത് വേർത്താണ്. ഒരു ബേസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഫീച്ചർ ഫിൽഡാണ് ഇതിനകത്ത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഇതിലും കംഫർട്ടബിൾ ആണ്. സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ഇത് സെയിം പ്ലാറ്റ്ഫോം, സെയിം ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. അതുപോലെ തന്നെ ഇവിടെ സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വ്യത്യാസം ബൂട്ട് സ്പേസിൽ വന്നിരിക്കുന്നത്, അത് കാണിച്ചു തരാം. സോ ബൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. നമുക്ക് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ കിട്ടുന്ന സെയിം സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ്സ് ആണെങ്കിലും 60-40 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ ബാഗേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് വേണമെങ്കിൽ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. പക്ഷേ ഇതിൽ വരാത്തത് ഒരു പാർസൽ ട്രേ ആണ്. പാർസൽ ട്രേ നമുക്ക് ആക്സസറി ആയിട്ട് ഒരു 3000 രൂപ ഏകദേശം ആ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാർസൽ ട്രേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അത് ഇതിൻ്റെ കൂടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ വലിയ ഡിഫറൻസ് ഒന്നും അല്ല വരുന്നത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഒരു ബേസ് മോഡൽ SLSEV എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന SLSEVയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ്സ് വർത്ത് ദ മണി യു പേ, 100% ഷുവറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി പാക്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, റേഞ്ചിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഡ്രൈവിംഗ് ഫീൽഡിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഇഫ് ഐ ലുക്ക് അറ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസിന് 18.98 lakhs എക്സ് ഷോറൂം പ്രൈസിന് ഈ ഒരു SLSEV എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ അല്ലെങ്കിൽ വേരിയൻറ്റ് ഇസ് വർത്ത് ദ മണി യു പേ. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഷോറൂം എക്സ്പീരിയൻസിനോ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിക്കുക. ഇനി അല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് തന്നെ വിളിക്കാം. എൻ്റെ നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം.